ഓണമായാൽ ഫാമിലിയുമായോ സുഹൃത്തുക്കളുമായോ സിനിമയ്ക്ക് പോകാത്ത മലയാളികൾ ഇന്ന് വിരളമാണ്. ഓണക്കാലം അവധിക്കാലമാകുമ്പോൾ ആഘോഷങ്ങൾക്ക് മാത്രമായി അതൊതുക്കാതെ ഓണച്ചിത്രങ്ങൾ കൂടി കാണാൻ സമയം മാറ്റിവെക്കുന്ന സിനിമാ പ്രേമികൾ ഇൻഡസ്ട്രിക്കും ഒരു മുതൽക്കൂട്ടാണ്. മലയാളത്തിലും തമിഴിലും അടക്കം നിരവധി ചിത്രങ്ങളാണ് ഇത്തവണയും ഓണം റിലീസിനെത്തിയത്. ഓണം എത്തുന്നതിന് മുമ്പേ തന്നെ വമ്പൻ റിലീസായി വിജയ് ചിത്രം ഗോട്ട് എത്തിയെങ്കിലും മലയാള സിനിമകൾ തമ്മിലുള്ള ഓണം വിന്നർ പോരാട്ടത്തിന് തന്നെയാണ് പതിവ് പോലെ ഇത്തവണയും കേരള ബോക്സ് ഓഫീസിൽ കളമൊരുങ്ങിയത്. പ്രദർശനത്തിനെത്തിയ ചിത്രങ്ങളിൽ ഭൂരിപക്ഷത്തിനും മികച്ച അഭിപ്രായം ലഭിക്കുന്നുണ്ട് എന്നതാണ് ഈ ഓണത്തിന്റെ മറ്റൊരു പ്രത്യേകത. ടൊവിനോ തോമസ് ചിത്രം അജയന്റെ രണ്ടാം മോഷണം അഥവാ ARM, ആസിഫ് അലി ചിത്രം കിഷ്കിന്ദ കാണ്ഡം, ആന്റണി വർഗീസ് പെപ്പയുടെ കൊണ്ടൽ എന്നിവയാണ് പ്രധാനമായും ഓണം ക്ലാഷിനെത്തിയ മലയാള സിനിമകൾ. നമുക്ക് ഈ ഓണം വിന്നർ ബോക്സ് ഓഫീസ് പോരാട്ടത്തിന്റെ നിലവിലെ സ്റ്റാറ്റസ് ഒന്ന് നോക്കാം. ബേസിൽ ജോസഫിന്റെ അസിസ്റ്റന്റ് ആയിരുന്ന നഹാസിന്റെ RDX ആണ് കഴിഞ്ഞ തവണത്തെ ഓണം വിന്നർ ആയതെങ്കിൽ ടൊവിനോ തോമസിനെ നായകനാക്കി ഇത്തവണ എത്തിയ ARM ഒരുക്കിയത് ബേസിലിന്റെ തന്നെ അസോസിയേറ്റ് ആയ ജിതിൻ ലാലാണ്. ഇരുവരുടെയും ആദ്യ ചിത്രമാണ് RDXും ARM. ആശാനായ ബേസിലിന്റെ ആദ്യ ചിത്രമായ കുഞ്ഞിരാമായണവും 2015 ഓണം വിന്നറായിരുന്നു. ചരിത്രം ആവർത്തിക്കുകയാണെന്ന് പറയുന്നത് പോലെ ഇത്തവണത്തെ ഓണച്ചിത്രങ്ങളിൽ ARM തന്നെയാണ് മുൻപന്തിയിൽ നിൽക്കുന്നത്. 3 കാലഘട്ടത്തിന്റെ കഥ പറയുന്ന സിനിമയിൽ 3 വ്യത്യസ്ത കഥാപാത്രങ്ങളായി 3D ദൃശ്യമികവിൽ ടൊവിനോ എത്തുമ്പോൾ ARM ബോക്സ് ഓഫീസിലും മികച്ച പ്രകടനമാണ് നടത്തുന്നത്. ട്രാക്കിംഗ് വിവരങ്ങൾ അനുസരിച്ച് ആദ്യ ദിനം കേരള ബോക്സ് ഓഫീസിൽ 2.8 കോടിയും ആഗോള ബോക്സ് ഓഫീസിൽ 6.5 കോടിയും ARM നേടിയിട്ടുണ്ട്. നിലവിൽ റിലീസിനെത്തി 5 ദിവസം പിന്നിടുമ്പോൾ റിപ്പോർട്ടുകൾ അനുസരിച്ച് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 18.8 കോടിയും വേൾഡ് വൈഡ് കളക്ഷനായി 40 കോടിക്ക് മുകളിലും സിനിമ കൈക്കലാക്കിയിട്ടുണ്ട്. അടുത്ത ദിവസത്തെ കണക്കുകൾ കൂടി വരുന്നതോടെ ടൊവിനോയുടെ 50ാം സിനിമയായ ARM 50 കോടി ക്ലബിൽ എത്തുമെന്നാണ് ട്രേഡിംഗ് അനലിസ്റ്റുകളുടെ വിലയിരുത്തൽ. ആസിഫ് അലി നായകനായി എത്തിയ കിഷ്കിന്ദ കാണ്ഡമാണ് ഇപ്പോൾ ഓണത്തിനെത്തിയ മലയാള സിനിമകളിൽ മറ്റൊരു ചർച്ചാ വിഷയം. കാര്യമായ ഹൈപ്പൊന്നുമില്ലാതെ എത്തിയ ഈ മിസ്റ്ററി ത്രില്ലർ ചിത്രം ആരും പ്രതീക്ഷിക്കാത്ത മുന്നേറ്റമാണ് കാഴ്ചവെക്കുന്നത്. ചിത്രത്തിലെ ആസിഫ് അലിയുടെയും വിജയരാഘവന്റെയും പ്രകടനങ്ങൾക്ക് മികച്ച സ്വീകരണമാണ് പ്രേക്ഷകരിൽ നിന്നും ലഭിക്കുന്നത്. തിരക്കഥ, സംവിധാനം, ഛായാഗ്രഹണം എന്നിങ്ങനെ സർവ്വ മേഖലകളിലും മികവ് പുലർത്തിയ സിനിമയാണ് കിഷ്കിന്ദ കാണ്ഡം എന്നാണ് പ്രേക്ഷക അഭിപ്രായം. ചെറിയ ക്യാൻവാസിൽ ഒരുക്കിയ ഈ സിനിമയ്ക്ക് എല്ലാ കോണുകളിൽ നിന്നും മികച്ച പ്രതികരണം ലഭിച്ചതോടെ അത് ബോക്സ് ഓഫീസിലും കാര്യമായി പ്രതിഫലിച്ചിട്ടുണ്ട്. ട്രാക്കിംഗ് റിപ്പോർട്ടുകൾ അനുസരിച്ച് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ആദ്യ ദിനം 47 ലക്ഷം മാത്രമാണ് കിഷ്കിന്ദ കാണ്ഡം നേടിയത്. എന്നാൽ 2ാം ദിനത്തിലും 3ാം ദിനത്തിലും തുടർന്നുള്ള ദിവസങ്ങളിലും കളക്ഷൻ കുത്തനെ ഉയർത്താൻ പോസിറ്റീവ് പബ്ലിസിറ്റി ഈ സിനിമയ്ക്ക് തുണയായി. നിലവിൽ റിലീസിനെത്തി 5 ദിവസം പിന്നിടുമ്പോൾ ട്രാക്കിംഗ് വിവരങ്ങൾ അനുസരിച്ച് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 6.94 കോടിയും ആഗോള കളക്ഷനായി 14 കോടിയോളം രൂപയും ഈ ആസിഫ് അലി ചിത്രം തൂക്കിയിട്ടുണ്ട്. സമൂഹ മാധ്യമങ്ങളിലൂടെയും മറ്റും ലഭിക്കുന്ന മികച്ച പ്രതികരണങ്ങൾ കണക്കിലെടുക്കുമ്പോൾ അടുത്ത ദിവസങ്ങളിലും ചിത്രത്തിന്റെ കളക്ഷൻ വൻതോതിൽ വർദ്ധിക്കുമെന്നാണ് ട്രേഡ് അനലിസ്റ്റുകളുടെ നിഗമനം. RDXന് ശേഷം ആന്റണി വർഗീസ് പെപ്പെ നായകനായി എത്തിയ ആക്ഷൻ ഡ്രാമ കൊണ്ടലാണ് ഓണം ക്ലാഷിനെത്തിയ മറ്റൊരു സിനിമ. നവാഗതനായ അജിത് മാമ്പളി സംവിധാനം ചെയ്ത കൊണ്ടലിന്റെ 80% കടലിലാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. പെപ്പയ്ക്ക് പുറമെ രാജ്ബി ഷെട്ടി, ഷെബീർ കല്ലറക്കൽ, രാഹുൽ രാജഗോപാൽ, ഗൗതമി നായർ തുടങ്ങിയ വലിയ താരനിര തന്നെ അണിനിരന്ന ചിത്രത്തിന് പക്ഷേ സമ്മിശ്ര പ്രതികരണങ്ങളാണ് ആദ്യ ദിനം മുതൽ ലഭിച്ചത്. ഇതോടെ ഒപ്പം എത്തിയ ചിത്രങ്ങളുടെ കൂടെ ഓണം ബോക്സ് ഓഫീസിലെ ത്രികോണ പോരിലേക്ക് എത്താൻ കൊണ്ടലിന് സാധിച്ചില്ല. റിലീസിനെത്തി 4 ദിവസം പിന്നിടുമ്പോൾ ട്രാക്കിംഗ് റിപ്പോർട്ടുകൾ അനുസരിച്ച് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 2.15 കോടി മാത്രമാണ് കൊണ്ടൽ നേടിയത്. ഓണത്തിന് കുടുംബസമേതം മാസ് സിനിമ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് കൊണ്ടൽ ഒരു ചോയ്സ് ആയതുകൊണ്ട് വരും ദിവസങ്ങളിൽ സിനിമ മുന്നേറ്റം ഉണ്ടാക്കിയേക്കാം എന്ന സാധ്യത ട്രേഡ് അനലിസ്റ്റുകളും തള്ളിക്കളയുന്നില്ല. എന്തായാലും ഈ ഫെസ്റ്റിവൽ സീസണിൽ യുവതാരങ്ങൾ തമ്മിലുള്ള പോരാട്ടമാണ് മോളിവുഡിൽ നടക്കുന്നത്. ട്രിപ്പിൾ റോളിലെത്തിയ ടൊവിനോ ആണോ, സീരിയസ് റോളിലെത്തിയ ആസിഫ് അലിയാണോ ഈ ഓണപ്പോരാട്ടത്തിൽ കപ്പ് തൂക്കുക എന്നറിയാനാണ് സിനിമാ പ്രേമികൾ ഒന്നടങ്കം കാത്തിരിക്കുന്നത്.